പ്രിയദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് നൽകിയത് ബുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നിത്യ വിശ്വാസവും പ്രത്യാശയും. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് നിത്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ക്രോഡീകരണം. ആദിമ സഭയിലുണ്ടായ വിവിധങ്ങളായ വേദവിപരീതങ്ങളെ ഖണ്ഡിച്ച് സത്യവിശ്വാസം രൂപപ്പെടുത്തിയതാണ് നിത്യാവിശ്വാസ പ്രമാണം. AD 325 മെയ് 20 മുതൽ ആഗസ്റ്റ് വരെ നിക്യായിൽ നടന്ന പ്രശസ്തമായ വേദശാസ്ത്ര വിശ്വാസ പ്രഖ്യാപനമാണ് നിത്യാവിശ്വാസ പ്രമാണം. വടക്ക് പടിഞ്ഞാറൻ ഏഷ്യ മൈനറിലെ ഒരു പുരാതന ഗ്രീക്ക് നഗരമായിരുന്നു നിക്യ. ആധുനിക തുർക്കി നഗരമായ ഇസ്നിക്കിലാണ് നിക്യ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 2022 കണക്കിന് പ്രകാരം 44,000 ജനങ്ങൾ താമസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന നിത്യ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിത്തറ വേദപുസ്തക വിശ്വാസ പ്രമാണങ്ങളും ആദിമസഭ ഗുരുക്കന്മാരുടെ പ്രബോധനങ്ങളുമാണ്. കാതോലികവും അപ്പോസ്തോലികവും ഏകവും വിശ്വസ്തവുമായ സഭയിലെ വിശ്വാസ പ്രമാണം സഭകൾ ഏക സ്വരത്തിൽ ഏറ്റുചൊല്ലുന്നു. ഇത് ബൈബിൾ പൈതൃകത്തിൻ്റെയും അപ്പോസ്തോലിക പാരമ്പര്യത്തിൻ്റെയും ക്രിസ്തീയ സ്വത്വത്തിൻ്റെയും എക്യുമെനിക്കൽ ദർശനത്തിൻ്റെയും അനുസ്യൂത വിശ്വാസ പ്രഖ്യാപന പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ചോദ്യം ചെയ്ത നിരവധി വേദവിപരീതികൾ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായി. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും നിഷേധിക്കുന്ന വ്യാഖ്യാനങ്ങൾ ക്രിസ്തു വിജ്ഞാനീയത്തിൽ തർക്കങ്ങൾക്ക് വേദിയായി എന്ന് നമുക്ക് അറിയാം. ആദ്യകാല തോന്നൽവാദം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ മനുഷ്യത്വത്തെ നിരാകരിച്ചു. അറിയൂസിൻ്റെ വേദവിപരീതം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ആണ് നിഷേധിച്ചത്. ക്രിസ്തു പൂർണ്ണമായും ദൈവമല്ലെന്നും സൃഷ്ടിയാണെന്നുമുള്ള വാദമാണ് അറിയൂസ് വേദവിപരീതം. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ ദൈവത്വത്തെ നിഷേധിച്ച ഈ പഠിപ്പിക്കൽ നിക്യായിൽ തള്ളിക്കറഞ്ഞു. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ച എബിയോനിസം യേശു ഒരു പ്രവാചകൻ എന്ന് പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ച മാസിഡോണിയൻ പരിശുദ്ധാത്മാവ് സൃഷ്ടിയാണെന്ന് പഠിപ്പിച്ചു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവ 3 രീതിയിൽ നിലനിൽക്കുന്നുവെന്ന് പഠിപ്പിച്ച സബല്യനിസം തൃത്വത്തിൻ്റെ ഏകത്തെ ചോദ്യം ചെയ്തു. പ്രതിപുത്ര പരിശുദ്ധാത്മാവ് ദൈവീക അസ്തിത്വത്തിൻ്റെ വശങ്ങളോ രൂപങ്ങളോ ആണെന്ന് വാദിക്കുന്ന മൊണാർക്കിസനിസം തത്വത്തിൽ തൃത്വവിശ്വാസ നിഷേധമായി. പ്രതിപുത്ര പരിശുദ്ധാത്മാവ് 3 വ്യക്തികളെന്ന് പഠിപ്പിച്ച ത്രിദൈവ വാദവും തൃത്വ വിശ്വാസത്തെ നിഷേധിച്ചു. ക്രിസ്തീയ സഭ ആദ്യ 3 നൂറ്റാണ്ടുകളിൽ അനുഭവിച്ച പീഡനങ്ങളിൽ നിന്നുള്ള വിമോചനം കോൺസ്റ്റന്റൈനീസത്തിൻ്റെ മിലാൻ വിളംബരത്തിലൂടെ AD 313 ലഭ്യമായി. എന്നാൽ വേദതർക്കങ്ങൾ സൃഷ്ടിച്ച അശാന്തി ചക്രവർത്തിയെ അസ്വസ്ഥനാക്കി. രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമാധാനവും സമൃദ്ധിയും സൃഷ്ടിക്കുന്നതിന് ചക്രവർത്തി കോൺസ്റ്റന്റൈനിൽ ശ്രദ്ധിച്ചതിൻ്റെ ഫലമായി ക്രിസ്തു വിജ്ഞാനീയ തർക്കങ്ങൾക്ക് സംവാദങ്ങൾക്കുമായി നിത്യ വേദിയായി. വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രധാന വിശ്വാസ സ്ഥിരീകരണങ്ങൾ ശ്രദ്ധേയമാണ്. പിതാവ് ഏകദൈവവും സർവശക്തനും ആണ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനും പിതാവിൻ്റെ കൂടെയുള്ളവനും ആണ്. അതായത് പുത്രൻ പിതാവിൻ്റെ അതേ സാരാംശം ആണ് തൃത്വം. ദൈവം ഒന്നിൽ 3 ആണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവം ത്രിയേകമെന്ന് നിത്യാവിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുന്നു. നിത്യ സുനകദോസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സമത്വം പരിശുദ്ധ തൃത്വത്തിൽ സ്ഥാപിക്കുകയും പുത്രനാണ് യേശു ക്രിസ്തുവായി അവതാരമെടുത്തതെന്ന് സമർത്ഥിക്കുകയും ചെയ്തതായി നമുക്ക്
ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. ദൈവശാസ്ത്രപരമായി നിത്യവിശ്വാസ പ്രമാണം ഏക വിശ്വാസത്തെ അടിവരയിട്ട് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ സർവശക്തനായ പിതാവായ ഏക ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നു. ക്രിസ്തുശാസ്ത്രപരമായി വിശ്വാസ പ്രമാണം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് പ്രാധാന്യം നൽകുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, ജനിച്ചത് സൃഷ്ടിക്കപ്പെട്ടതല്ല, പിതാവിൻ്റെ അതേ സത്ത എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നു. ഇത് അറിയൂസ് വേദവിവരത്തെ എതിർക്കുകയും ക്രിസ്തു പൂർണ്ണമായും ദൈവമാണെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ ജീവന്റെ ദാതാവായ കർത്താവ് എന്ന് ഏറ്റുപറയുന്നു. പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശ്വാസ പ്രമാണം സഭയുടെ സ്ഥിരീകരണം, സ്നാനം, പുനരുത്ഥാനം, നിത്യജീവൻ എന്നിവയോടെയാണ് അവസാനിക്കുന്നത്. വിശ്വാസിയെ യുഗാന്ത്യ പൂർത്തീകരണത്തിൻ്റെ പ്രത്യാശയിൽ പുതിയ ജീവനിലേക്ക് ഉറപ്പിക്കുന്നു. നിത്യവിശ്വാസ പ്രമാണം സാർവത്രിക സഭയുടെ ക്രിസ്തുശാസ്ത്രപരമായ ഏറ്റുപറച്ചിലായി തുടരുന്നു. തൃത്വത്തിൻ്റെ രഹസ്യവും ലോക ജീവിതത്തിനായുള്ള ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യവും ഇതിൽ വ്യക്തമാക്കുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിലും അപ്പോസ്തോലിക സഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിലും ക്രിസ്തു വിജ്ഞാനീയം തൃത്വാധിഷ്ഠിതമാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് നിത്യാവിശ്വാസ പ്രമാണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളെക്കുറിച്ച് ഉള്ള പ്രാമാണിക വേദശാസ്ത്ര പ്രാർത്ഥനയും പ്രബോധനവുമാണ് ഇതിൽ നാം കാണുന്നത് എന്ന് നമുക്ക് അറിയാം. നിത്യാവിശ്വാസ പ്രമാണം എക്യുമെനിക്കൽ വിശ്വാസമെന്നും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ബലവത്തായ തൂണ് എന്നും അറിയപ്പെടുന്നു. ഇത് ഇപ്പോൾ റോമൻ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, ആംഗ്ലിയൻ പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്നിവ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി അംഗീകരിച്ചിരിക്കുന്നു. ഇതിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ സിദ്ധാന്തവും വിശ്വാസ പ്രമാണത്തിൻ്റെ സുപ്രധാന തത്വങ്ങളും വിശകലനം ചെയ്യുന്നു. സഭകൾ ഇപ്പോൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം നിക്കിയ 325, കുസ്തന്തീനോസ് പോലീസ് 381, എഫേസോസ് 431 എന്നിവിടങ്ങളിൽ കൂടിയ സുനഹദോസിലൂടെ രൂപപ്പെട്ടതാണ്. ഇത് നിക്കിയ കുസ്തന്തീനോ പോലീസ് വിശ്വാസ പ്രമാണം എന്ന് അറിയപ്പെടുന്നു. നിക്കിയ വിശ്വാസ പ്രമാണം ത്രിയേക ദൈവത്തിൻ്റെ ഐക്യവും സമത്വവും സ്ഥിരീകരിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രഖ്യാപനമാണ്. സഭയുടെ ഐക്യവും വിശ്വാസവും പ്രത്യാശയുമാണ് നിക്കായിൽ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുചൊല്ലുന്ന നിസിദ്ധാന്തങ്ങൾ പ്രായോഗികമാക്കുവാനുള്ള ആഹ്വാനമാണ് നിത്യവിശ്വാസ പ്രമാണം സഭയ്ക്ക് നൽകുന്നത്. നാം അതിൽ ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട്, തൃത്വത്തിൽ ഏകനായ ദൈവത്തെ നാം വിശ്വസിക്കുന്നത് കൊണ്ട് നാം ഉറച്ച വിശ്വാസികളായി തന്നെ നമ്മുടെ ആദ്യ പിതാക്കന്മാർ നമ്മെ കാണിച്ചതായ വഴിയിലൂടെ തന്നെ നാം സഞ്ചരിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.